ഹലോ, അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കിയാലോ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ മുൻപ് പാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു സാധാരണ ഒരു പാഷൻ ഫ്രൂട്ടിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ടെന്ന്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു പാഷൻ ഫ്രൂട്ടും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അത് മുറിച്ചിട്ട് നമുക്കതിൻ്റെ പൾപ്പൊക്കെ എടുക്കാം. എൻ്റെ കൈപ്പത്തിയുടെ അത്ര വലുപ്പമുള്ള പാത്രത്തിൽ നിറച്ച് നമുക്ക് അതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വലുപ്പമുള്ള പാഷൻ ഫ്രൂട്ടായ കാരണം തോന്നുന്നുണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പൾപ്പ്. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് ആ പൾപ്പ് അതിലിട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പുളിയുള്ള കാരണം കൊണ്ട് തന്നെ നല്ലോണം മധുരം ചേർക്കണം. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചതച്ചത് ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നന്നായി അത് തിളപ്പിച്ച് അതായത് ഒരു തേനിൻ്റെ ഒക്കെ ഒരു പരിവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് കട്ടിയായിക്കോളൂ കേട്ടോ. ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ. നമുക്ക് ചെറിയൊരു ചില്ല് കുപ്പിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വെള്ളം കലക്കുന്ന ടേസ്റ്റ് നോക്കിയാലോ. ചെറിയൊരു ചില്ല് ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വെള്ളം അതിലൊഴിച്ച് കൊടുക്കാം. പിന്നെ ചിലപ്പോൾ ഇതിൽ മധുരം ഉണ്ടെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിൽ മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞാനതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്ക്വാഷ് നമുക്ക് കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും. അതേ ഒരു സെയിം എഫക്റ്റ് തന്നെയാട്ടോ ഈ ഉണ്ടാക്കിയേക്കണ സ്ക്വാഷിൽ. അപ്പോൾ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ.